ജമ്മു കാശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായ വോട്ടെടുപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. ഹരിയാനയിൽ ഈ മാസം 5-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്, ഒറ്റഘട്ടമായിട്ട്. ഇത് നമ്മൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ അവസ്ഥ എന്ത് എന്നാണ് പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ഹരിയാന നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം, ഇപ്പോഴത്തെ കക്ഷികളെ അതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വരാം. ആകെ സീറ്റ് 90 ഹരിയാന നിയമസഭയിലുള്ളത്. ഇതിൽ 17 സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭയിലെ കണക്ക് അംഗബലം പരിശോധിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ മത്സര ചിത്രം എന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ ഇന്ത്യ സഖ്യം ആയിട്ട് മത്സരരംഗത്തില്ല. കോൺഗ്രസും CPM അവിടെ സഖ്യത്തിലുള്ളത്. CPM 1 സീറ്റിൽ മത്സരിക്കുന്നു, ബാക്കി 89 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. BJP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്, 89 സീറ്റിൽ BJP മത്സരിക്കുന്നുണ്ട്. പിന്നെയുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ജനനായക് ജനതാ പാർട്ടിയാണ്, JJP 66 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. JJP അവിടെ ആസാദ് സമാജ് പാർട്ടി കാൻഷറാം, നമ്മുടെ ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടി, അവരുമായി സഖ്യത്തിലാണ്. ആ പാർട്ടി 12 സീറ്റിൽ മത്സരിക്കുന്നു. അങ്ങനെ ഈ 2 കക്ഷികൾ ചേർന്നുള്ള സഖ്യം 78 സീറ്റിലാണ് മത്സരിക്കുന്നത്. മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ആണ്, പഴയ ഓം പ്രകാശ് ചൗട്ടാലയുടെ ഒക്കെ പാർട്ടി ഇന്ത്യൻ നാഷണൽ ലോക്ദൾ. ഇപ്പോൾ ദുഷ്യന്ത് ചൗട്ടാലയാണ് അതിൻ്റെ ലീഡർഷിപ്പിലുള്ളത്. 51 സീറ്റുകളിലാണ് INLD മത്സരിക്കുന്നത്. INLDയുടെ സഖ്യകക്ഷിയായിട്ടുള്ളത് ബഹുജൻ സമാജ് പാർട്ടിയാണ്, അവർ 35 സീറ്റിൽ മത്സരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. 88 സീറ്റിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമിച്ചെങ്കിലും സഖ്യ ചർച്ചകൾ പൊളിഞ്ഞു പോയതിനെ തുടർന്ന് കോൺഗ്രസ് 89 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. ആം ആദ്മി പാർട്ടി 88 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ഇനി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതൃനിരയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് അവരുടെ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി തന്നെയാണ് പ്രധാനപ്പെട്ട നേതാവ്. നിശ്ചയമായും പഴയ മുഖ്യമന്ത്രി മദൻലാൽ ഖട്ടർ അദ്ദേഹം അവിടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ മുഖം എന്ന് പറയുന്നത് നായബ് സിംഗ് സൈനി തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുണ്ട്. അതോടൊപ്പം കോൺഗ്രസിൻ്റെ പഴയ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള നേതാവ് കുമാരി ഷെൽജയുണ്ട്. INLD നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദുഷ്യന്ത് ചൗത്താലയല്ല, അഭയ് ചൗത്താലയാണ് INLDയുടെ നേതാവ്. ദുഷ്യന്ത് ചൗത്താല JJPയുടെ ജനനായക് ജനതാ പാർട്ടിയുടെ നേതാവാണ്. AAP അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയുമൊക്കെയാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. കൂടി സംസ്ഥാനത്തെ AAPയുടെ നേതൃമുഖം എന്ന് പറയുന്നത് സുശീൽ ഗുപ്തയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒന്ന് പരിശോധിക്കാം. 2019 BJP 40 സീറ്റിലാണ് മത്സരിച്ച് ജയിച്ചത്. അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. കേവല ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ 46 സീറ്റ് വേണം. 90 സീറ്റ് ആണ് ആകെ ഉള്ളത്. അതിൽ 46 സീറ്റ് കിട്ടണം. BJPക്ക് 40 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. കോൺഗ്രസിന് 31 സീറ്റുണ്ടായിരുന്നു. JJP 10 സീറ്റ് നേടിയെടുത്തു. INLDക്ക് ഉണ്ടായത് 1 സീറ്റ് മാത്രമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം JJP BJPയുമായിട്ട് സഖ്യത്തിലാവുകയും അങ്ങനെ ഒരു കൂട്ടുകക്ഷി സർക്കാർ അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. ജയിച്ചു വന്ന ഏതാനും സ്വതന്ത്രർ, 8 സ്വതന്ത്രർ ഉണ്ടായിരുന്നു. ഈ സ്വതന്ത്രർ BJPയെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് BJPയുടെ നേതൃത്വത്തിൽ അവിടെ സർക്കാരുണ്ടായത്. നിലവിൽ BJP അവിടെ അധികാരത്തിലിരിക്കുന്നു. കോൺഗ്രസ് മുൻപ് പലകുറി അധികാരത്തിൽ ഇരുന്ന സംസ്ഥാനമാണ്. കോൺഗ്രസിന് അവിടെ സംഘടനാ ശേഷിയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 31 സീറ്റിലെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂവെങ്കിൽ പോലും ഏതാണ്ട് 30%-നടുത്തുള്ള വോട്ട് കോൺഗ്രസിന് അവിടെ കിട്ടിയിരുന്നു. അതിലും പ്രധാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ 10ൽ 10 സീറ്റും BJP നേടിയിരുന്നു. പക്ഷേ 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPക്ക് 5 സീറ്റ് നഷ്ടപ്പെട്ടു. കോൺഗ്രസ് 5 സീറ്റ് പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഹരിയാന രാഷ്ട്രീയം സംസാരിക്കാൻ നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റും ദ ഹിന്ദുവിൻ്റെ പത്രാധിപ സമിതിയിൽ ദീർഘകാലം, ഏതാണ്ട് 4 നൂറ്റാണ്ടിലധികം അംഗവുമായിരുന്ന, രാജസ്ഥാനിൽ ഒരു ജേർണലിസം സർവകലാശാല തുടങ്ങിയപ്പോൾ അതിൻ്റെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ശ്രീ സണ്ണി സെബാസ്റ്റ്യനാണ്. സ്വാഗതം ഈ സ്പെഷ്യൽ ഷോയിലേക്ക്. ഞാൻ ആദ്യം ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ കാര്യമാണ്. കോൺഗ്രസ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നും നമ്മളിത് സംസാരിച്ചിരുന്നു. കോൺഗ്രസ് ഒരുപക്ഷെ 5 മുതൽ 7 സീറ്റ് വരെ നേടിയേക്കാം എന്ന് താങ്കൾ പറയുകയും ചെയ്തിരുന്നു. 5 സീറ്റ് കോൺഗ്രസ് നേടി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വിജയത്തിൻ്റെ ഊർജം കോൺഗ്രസ് നിലനിർത്തുന്നുണ്ടോ? ഈ പ്രചാരണം ഏതാണ്ട് അവസാനിക്കാറാവുമ്പോൾ കോൺഗ്രസ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കുന്നുണ്ടോ? എന്താണ് ഹരിയാനയിൽ കാണാൻ കഴിയുന്നത്? കോൺഗ്രസിന്
ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതൊന്ന്. പക്ഷേ ബി ജെ പി ഉള്ള ആ ഫൈറ്റിംഗ് സ്പിരിറ്റ്, അഡ്വേഴ്സ് സിറ്റുവേഷൻ പോലും അവർക്ക് ഫേവറബിൾ ആക്കാനുള്ള അവരുടെ ക്ഷമത, അതൊരു ഫാക്ടറാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു കോൺഗ്രസ് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് കോൺഗ്രസ് പോളിംഗ് ഡേയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ജാട്ട് കൺസോളിഡേഷൻ അസ്യൂംഡ് ആണ്, എല്ലാവരും വിചാരിക്കുന്നു കോൺഗ്രസിന്റെ ഫേവറിലായിരിക്കുമെന്ന്. ചെറിയ പാർട്ടികൾ അത് കുറയ്ക്കാൻ നോക്കുമായിരിക്കാം. ചോട്ടാല ഫാമിലിയുടെ 2 പാർട്ടികൾ അത് കുറയ്ക്കാൻ അവർക്ക് ഒരു ചെറിയ ലെവലിൽ സാധിച്ചേക്കാം, പക്ഷെ അതൊരു വലിയൊരു ലാർജ് സ്കെയിലിൽ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ദലിത് വോട്ടുകൾ ബി ജെ പി വിചാരിക്കുന്നത് അവർക്ക് കിട്ടുമെന്നാണ്. ആകെപ്പാടുള്ള പ്രിവെയിലിംഗ് സിറ്റുവേഷനിൽ, അതുപോലെ തന്നെ അവിടെ ടൂർ ചെയ്ത ജേർണലിസ്റ്റുകളുടെയൊക്കെ ഒപ്പീനിയനിലും ദലിത്സ് എല്ലാം ഫ്രസ്ട്രേറ്റഡ് ആണ്, വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനും തൊഴിലില്ലായ്മയും അതെല്ലാം കൂടെ കൂടി വല്ലാതൊരു സിറ്റുവേഷനാണ്. ഹരിയാനയിലൊക്കെ ഇല്ലാതിരുന്ന തരത്തിലുള്ള പോവർട്ടി ഇപ്പം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. 10 വർഷത്തെ ആന്റി ഇൻകംബൻസി എത്രയായാലും അതേത് പാർട്ടിക്കാണേലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേനെ. അത് ബി ജെ പിക്ക് അതുപോലെയോ അതിലും വേഴ്സ് ആയിട്ടോ ആണ്. സാധാരണ ബി ജെ പി റൂൾ സ്റ്റേറ്റിനേക്കാളും മോശമായിട്ട് ഭരിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് ഹരിയാന എന്നാണ് എൻ്റെ പേഴ്സണൽ വിചാരം. കാരണം ഹരിയാന ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റ് ആണ്, ഡൽഹിയുടെ നെയ്ബർഹുഡ് ആണ്. അത് ഭരിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ആൾക്കാർ വളരെ ഹാർഡ് വർക്കിങ്ങും ഇൻഡസ്ട്രിയസും ക്ലെവറുമാണ്. അത് ഞാൻ ആഡ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ ആൾക്കാരിൽ ഒരു ഫ്രസ്ട്രേഷൻ കാണുന്നത്, ഒരു നിസ്സഹായത കാണുന്നത് വളരെ വിചിത്രമായ സ്ഥിതിയാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം കൂടെ ഇലക്ഷനിൽ റിസൾട്ടിൽ കാണിക്കും. റൈറ്റ്. അവിടെ ഇന്ത്യ സഖ്യം നിലവിലില്ല. സി പി ഐ എമ്മുമായി കോൺഗ്രസിന് സഖ്യമുണ്ട്. സി പി എം അവിടെ ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. എ എ പി ആണ് ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി അവിടെ കോൺഗ്രസുമായി സഖ്യത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. ആ സഖ്യചർച്ച പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രശ്നം കോൺഗ്രസിനെ വല്ലാതെ അലട്ടുമോ? എ എ പിക്ക് എത്രത്തോളം വോട്ട് പിടിക്കാൻ പറ്റും? ഏതെങ്കിലും മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് ജയസാധ്യതയുണ്ടോ? ഇന്ത്യ അലയൻസിന് വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. അതല്ല, അതൊരു തിയറി ലെവലിലൊരു സെറ്റപ്പാണ്. ജയിക്കാനായിട്ട് ഇന്ത്യ അലയൻസിന്റെ ആവശ്യമില്ല ഹരിയാനയിൽ കോൺഗ്രസിന്. കേജ്രിവാൾ ജയിലിൽ പോയി കഴിഞ്ഞിട്ടുള്ള സ്ഥിതിയിൽ അവിടെ വലിയ ലീഡർഷിപ്പ് ഒന്നും ആപ്പിനില്ല. അതുപോലെ CPM CPIക്കൊന്നും വലിയ പ്രസൻസ് ഇല്ല, എത്ര ശ്രമിച്ചാലും ഇല്ല. അത് ആദ്യം മുതലേ ഇല്ലല്ലോ. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോലും വലിയ പ്രസൻസ് ഇല്ല. അതുകൊണ്ടെന്ന് നടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതില്ല. അപ്പൊ കോൺഗ്രസ് ശരിയാണ്, ഒരു സൈലന്റ് ആയിട്ട് അഡ്വേഴ്സ് ആയിട്ടൊരു സ്ഥിതി കൊണ്ടുവരാതിരിക്കുന്നിടത്തോളം കാലം, കൊണ്ടുവന്നാൽ പോലും വലിയ എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ഥിതിയിൽ കോൺഗ്രസിന് അതുകൊണ്ട് ലോസ് ഒന്നുമില്ല. അപ്പം ഇന്ത്യ അലയൻസ് CPM ഒരു സീറ്റ് കൊടുത്തു, നല്ല കാര്യം. അല്ലാതെ അതിനകത്ത് ദോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസ് ഓൺ ഇറ്റ്സ് ഓൺ അവിടെ ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് കോൺഗ്രസിലുള്ളത്. അതുപോലെ BJP കോൺഗ്രസ് സ്ട്രേറ്റ് ഫൈറ്റിലാണ് കോൺഗ്രസിന് അഡ്വാൻറ്റേജ്. റൈറ്റ്. ഇപ്പോൾ എ പി യെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളൊക്കെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. അത് ഞാൻ ചോദിക്കുന്ന, ഒരു വിജയത്തിലേക്ക് പോയില്ലെങ്കിൽ പോലും ഈ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് കിട്ടുന്ന വോട്ടിൽ ചെറിയ തോതിലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എ പിയുടെ സാന്നിധ്യം കൊണ്ട് കഴിയുമോ? അത് 63 സീറ്റിലങ്ങാണ്ട് അവർ മത്സരിക്കുന്നുണ്ട്. പക്ഷെ വളരെ ചെറിയ ഇമ്പാക്റ്റേ ഉണ്ടാവുള്ളൂ. ഇൻഡിപെൻഡൻസ് ഒക്കെ മത്സരിക്കുന്ന മാതിരിയുള്ള ഒരു ഇമ്പാക്റ്റേ ഉള്ളൂ. ഇൻഡിവിജ്വൽ സീറ്റ്സിലെങ്ങാനും ചെറിയ തോതിലെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ വലിയ ഇമ്പാക്റ്റ് ഒന്നും അവിടെ വരുത്താൻ AAP അവിടെ വരുത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. റൈറ്റ്. നമ്മൾ BJP വരികയാണെങ്കിൽ BJP നിലവിൽ ഭരണകക്ഷിയാണ്. നായബ് സിംഗ് സൈനി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നത് തന്നെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. അവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് അത് ഏകീകരിക്കുക എന്ന ലക്ഷ്യം BJPക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്ട്രാറ്റജി, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്, അത് എത്രത്തോളം ഗുണം ചെയ്യും? ജാട്ട് വിഭാഗത്തിൽ നിന്ന് നേരത്തെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്ന വോട്ട് നിലനിർത്തുകയും ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് അധികമായി പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തന്ത്രം. അത് ആ BJP ഉദ്ദേശിച്ച രീതിയിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരുടെ വോട്ട് BJPക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ. നേരത്തെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന
ഒറിജിനലി എല്ലാം കോൺഗ്രസ് വോട്ടുകളായിരുന്നു. BJP 2014 കഴിഞ്ഞാണല്ലോ അവിടെ ഉദയിച്ചത്. അപ്പം ജാട്ടുകൾ അവരുടെ ഒരു വലിയ സ്ട്രോങ് ബേസ് ഒന്നുമല്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫാർമേഴ്സ് അജിറ്റേഷൻ കഴിഞ്ഞിട്ട്, അതുപോലെ തന്നെ വളരെ റഫ് ഹാൻഡിലിംഗ് ഓഫ് ഫാർമേഴ്സ് അജിറ്റേഷൻ, അതിന്റെ ശേഷം BJPക്ക് ഫാർമേഴ്സിന്റെ ഇടയിൽ വലിയ സിമ്പതൈസേഴ്സ് ഒന്നുമില്ല. 27% ജാട്സ് ഉണ്ട് ഹരിയാനയിൽ. ജാട്സ് വിഷ്ണോയികളും ഉണ്ട് അതിനകത്ത്. ജാട്ടും വിഷ്ണോയി ഒരുമിച്ച് കൗണ്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം ഈ രണ്ട് കമ്മ്യൂണിറ്റീസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പം ജാട്ടുകളുടെ അവരുടെ സ്ട്രാറ്റജി നല്ലതാണ്, ടെക്നിക്കലി സ്പീക്കിംഗ്. അതായത് കോൺഗ്രസിന് ഏതായാലും ജാട്ട് വോട്ട്സ് കിട്ടുന്നു. അപ്പം ഞങ്ങൾ ബാക്കിയുള്ള നോൺ ജാട്ട് വോട്ട്സിന്റെ കൺസോളിഡേഷൻ, സൈനി വോട്ട്, സൈനി OBC. പക്ഷെ സൈനികൾ ഒരു സമയത്ത് അങ്ങനെ ഫോഴ്സ് ആയിരുന്നില്ല. അതുപോലെ തന്നെ ഈ നൈബ് സിംഗ് സൈനി പറയുന്നയാള് MP ആയിരുന്നു, പക്ഷെ അങ്ങനെ വലിയ ലീഡറൊന്നും ആയിരുന്നില്ല. അതൊരു ഇൻഡിവിജ്വൽ ലെവലിൽ അങ്ങേർക്ക് വലിയ വോട്ടൊന്നും ആ രീതിയിലൊന്നും ക്രൗഡ് പുള്ളറും അല്ല. വോട്ട് അങ്ങനെ വലുതായിട്ട് ഗാദർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള ഇമ്പാക്ട് പുള്ളിക്ക് ഈ സമയത്ത് അതിനുള്ള സമയവും അങ്ങനെ കിട്ടിയുമില്ലായിരുന്നു. അങ്ങനെ തന്നെ എന്തെങ്കിലും പേഴ്സണൽ കരിഷ്മ ഉണ്ടെങ്കിൽ അതും കാണുന്നില്ല. അപ്പോഴത്തേക്ക് ഈ OBCയുടെ വോട്ടുകളാണേലും BJP വിചാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു നോൺ ജാട്ട് OBC ആണെങ്കിൽ പോലും BJP വിചാരിക്കുന്ന പോലെ അങ്ങനെ വലിയതായിട്ട് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൂടാതെ അവരുദ്ദേശിക്കുന്ന ഇതാണ്, ദലിത് വോട്ടുകളാണ്. ദലിത് വോട്ട്, SC വോട്ടുകൾ ഇപ്പം 17 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം 8 അങ്ങനെയെങ്ങാണ്ട് അവർക്ക് കിട്ടിയത്. അപ്പം ഈ പ്രാവശ്യം കോൺഗ്രസ് വിചാരിക്കുന്നവർക്ക് 11 സീറ്റ് അതിനകത്ത് നിന്ന് കിട്ടുമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. അപ്പം ആ രീതിയിൽ പോസിറ്റീവാണ്. കാരണം അവിടെ ഉണ്ടായ ലിഞ്ചിങ്ങും അതെല്ലാം ലോവർ ലെവലിലുള്ള ആൾക്കാരെയാണ് ബാധിച്ചത്, ഏറ്റവും സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും. അതുപോലെ ഈ കാറ്റിൽ ട്രാൻസ്പോർട്ട്, പശുക്കളെ വിൽക്കാൻ മേലാത്തൊരു സ്ഥിതി വന്നിരിക്കുകയാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കഷ്ടമാണ്. എല്ലാ പശുക്കളെ ട്രാൻസ്പോർട്ട് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അതിനെ എല്ലാത്തിനും ബുച്ചർ ഹൗസിലോട്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഇതാണ് ഹരാസ്മെന്റ്, കൗ വിജിലാൻറ്റിസം കാരണം ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഫാർമറിന്റെ ഇൻകം ആണ് പോകുന്നത്. എത്രയാണെന്ന് പറഞ്ഞാൽ, എന്ത് പേരിലാണെന്ന് പറഞ്ഞാലും കൃഷിക്കാരന്റെ ഇൻകമാണ് അതിനകത്ത് പോകുന്നത്. അപ്പൊ ആ സ്ഥിതിയിൽ ദലിതുകളുടെ സ്ഥിതി വളരെ മോശമാണ്. അവർക്ക് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീംസ് എല്ലാം പലരോടും ക്രോസ് ചെക്ക് ചെയ്തപ്പം പറയുന്നത് ഈ പഹചാൻ പത്ര, ഐഡന്റിറ്റി കാർഡിൻ്റെതും, അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ ആൻഡ് അതർ വർക്കേഴ്സ് ബോഡി അങ്ങനെയായിട്ടൊരെണ്ണം പറഞ്ഞുണ്ടാക്കിയിരുന്നു. അതിനകത്തൊക്കെ സ്വന്തം ഐഡന്റിറ്റി തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് മാസങ്ങളോളം എടുക്കുകയാണ്. ഈ പല ജോലി ദിവസങ്ങളും ഉപേക്ഷിച്ച് അവർ ഓഫീസുകളിലൊക്കെ പോയി ഇതെല്ലാം ഇതിനു വേണ്ടി പുറകെ നടന്നിട്ടൊന്നും ഇതൊന്നും ശരിയാവുന്നില്ല. ആ രീതിയിലുള്ള ഒത്തിരി സിറ്റുവേഷൻ ഉണ്ട്. ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അവിടെ. അതുകൊണ്ട് വോട്ടിങ്ങിൽ അതിന്റെ റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് എൻ്റെ വിചാരം. കൺസോളിഡേഷൻ ഓഫ് കാസ്റ്റ്, കൺസോളിഡേഷൻ അസച്ച് BJPക്ക് അത് സാധിക്കാൻ പോകുന്നില്ല. പിന്നെയും സ്കാറ്റേർഡ് ആയിട്ടുള്ള വോട്ടുകൾ അവർക്ക് കിട്ടാനാണ്. എല്ലായിടത്തുനിന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരും, പക്ഷേ ഒരു ചങ്ക് ആയിട്ട് കിട്ടുന്ന കാസ്റ്റ് അവരുടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതർ ദാൻ പെർഹാപ്സ് ബ്രാഹ്മിൻസ്. റൈറ്റ്. ഇതിനോടൊപ്പം പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ BJPയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അതിന് തൊട്ടു മുമ്പും ഉണ്ടായ പൊട്ടിത്തെറികൾ. BJPയിലും ചില മന്ത്രിമാരടക്കമുള്ളവർ രാജിവെച്ച് പുറത്തേക്ക് പോരുന്നുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് ചൗത്താലെ പോലെയുള്ളവർ പുറത്തേക്ക് വന്നു. ചിലർ സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നു, മറ്റുള്ളവർ കോൺഗ്രസിനൊപ്പം ചേർന്നു. ഇത് BJPക്ക് ഒരു വലിയ തലവേദനയായി ഈ ഇലക്ഷൻ സീനിലുണ്ടോ? BJP വിചാരിക്കുന്നത് ലോക്കൽ ലീഡർഷിപ്പിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചാണ് അവർ ലോക്സഭ ഇലക്ഷന് ഫൈറ്റ് ചെയ്ത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഹരിയാനയിലും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് അവർ ഫൈറ്റ് ചെയ്തത്. ഇപ്പൊ 1-2 ലീഡർ ലീക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ ലോക്കലി അതിന്റെ ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ലീഡർഷിപ്പ് അസച്ച് അവർ ആരെയും ലീഡർഷിപ്പ് മുകളിലിരിക്കുന്ന 2 വ്യക്തികൾ, ടോപ്പ് 2, ആരും തന്നെ അവിടെ ലീഡ് ചെയ്യാനായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ തന്നെ ഇത് ചെയ്യും, സാധിക്കും എന്നുള്ളതാണ്. അവരതിന് ശ്രമിക്കുന്നതുകൊണ്ട് ക്യാമ്പയിന്റെ ആ സ്പിരിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഓർക്കും എന്തോ കോൺഫിഡൻസോട് കൂടിയാണ് അവർ ഇലക്ഷൻ മത്സരിക്കുന്നത്. ആൾക്കാർ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ പോലും അപ്പോൾ ഇങ്ങനെ ഒരു ഇംപ്രഷൻ കൊടുക്കുകയാണ്, ഞങ്ങൾ തകർക്കും, 3ാം തവണ അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. റൈറ്റ്. ഇപ്പം താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ, അപ്പോൾ കർഷകരുടെ രോഷം അതുണ്ട്. കർഷകർ മറ്റു നിലയ്ക്ക് ഇപ്പോൾ ഈ കന്നുകാലികളുടെ ട്രാൻസ്പോർട്ടേഷൻ തടയുന്നതുകൊണ്ടുണ്ടായ പ്രതിസന്ധി വേറെ കർഷകർ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തൊഴിലില്ലായ്മയുണ്ട്, അഗ്നിവീർ പദ്ധതിയോടുള്ള എതിർപ്പ് അവിടെ യുവാക്കൾക്കുണ്ട്. അങ്ങനെ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട്. ഇതിനോടൊപ്പം ഈ ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള പരാതിയിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, താരങ്ങളുടെ സമരത്തെ വളരെ രൂക്ഷമായി കൈകാര്യം ചെയ്തു. ഇത്തരം എല്ലാ എലിമെൻസും ഹരിയാനയിൽ ഒരു റിഫ്ലക്റ്റ് ചെയ്യും എന്ന് ഉറപ്പിക്കാമോ? അത് എന്താ പറയുക, അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത്? അത് ശരിക്കും എഫക്റ്റീവാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്സഭയിൽ ഉണ്ടായിരുന്ന സെന്റിമെന്റ്സ് തന്നെയാണ് ഇപ്പോഴും അവിടെ പ്രിവെയിൽ ചെയ്യുന്നത്. ഇതെല്ലാം വർക്കൗട്ട് ചെയ്യും. കാരണം ചില സന്ദർഭങ്ങളിലൊക്കെ വോട്ട് ചെയ്ത് തോപ്പിച്ച് കഴിയുമ്പോൾ ആൾക്കാരുടെ ദേഷ്യം തീരുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു സ്ഥിതിയല്ല. ഈ ഇലക്ഷൻ അവരുടെ പ്രൈം ടാർഗറ്റ് അസംബ്ലിയിലുള്ള ഇലക്ഷനാണ്. അപ്പൊ പബ്ലിക് ശരിക്കും അവരുടെ രോഷം തീർച്ചയായിട്ടും അസംബ്ലിയിൽ അത് കാണിക്കാതിരിക്കത്തില്ല. അഗ്നിവീറും ഇങ്ങനെ ഗുസ്തി താരങ്ങളുടെ ഇഷ്യൂവും അതുപോലെ തന്നെ ഫാർമേഴ്സിന്റെ ഇഷ്യൂ, ഈ 3 ഇഷ്യൂ കൂടി വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു യുദ്ധക്കളമാണ് BJP സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ. പക്ഷെ അത്രയും ആ ഒരു റെസിസ്റ്റ് ലാസ്റ്റ് ടൈമിലും 2019 പോലും അങ്ങനെ വലിയ അവർക്ക് ഫേവറബിൾ മോഡൊന്നും അല്ലായിരുന്നു. പക്ഷെ അവരത് ഈ രീതിയിലാക്കിയെടുത്തു. കോൺഗ്രസ് ജയിക്കുമെന്ന് വിചാരിച്ചൊരു ടൈം ആയിരുന്നു 2019 ഹരിയാനയിൽ. അത് കോൺഗ്രസിന് അത് ജയിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ അത് വളരെ BJP ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതും ഒരു കാരണമായിരുന്നു. എന്നാൽ പോലും അവർക്ക് ക്ലിയർ മജോറിറ്റി കിട്ടിയിരുന്നു. ഓർക്കണം, ഫ്രാക്ചർഡ് വെർഡിക്റ്റ് തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്നൊന്നിൽ കുറച്ചുകൂടെ മോശമായിട്ടുള്ള വെർഡിക്റ്റ് BJPക്ക് ഈ പ്രാവശ്യം എത്രയായാലും കിട്ടാൻ പോകുന്നുള്ളൂ. റൈറ്റ്. ഇനി നമുക്ക് ഈ JJP, INLD തുടങ്ങിയ പാർട്ടികളുടെ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JJP 10 സീറ്റിൽ ജയിച്ചിരുന്നു. ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടിക്ക് അത് ഒരു മോശമല്ലാത്ത പ്രകടനമായിരുന്നു. പിന്നീടാണ് BJPയുടെ സഖ്യകക്ഷിയായിട്ട് സർക്കാരിൻ്റെ ഭാഗമാവുന്നതും കുറച്ച് മാസം മുമ്പ് അവർ സഖ്യം ഉപേക്ഷിച്ച് പുറത്തു വരുന്നത്. ഈ ആസാദ് സമാജ് പാർട്ടിയുമായിട്ടാണ് ഇത്തവണ യോജിച്ച് മത്സരിക്കുന്നത്. ഈ സഖ്യത്തിൻ്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് JJPയുടെ സാന്നിധ്യം, JJP എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത് ജാട്ട് വോട്ടുകളായിരിക്കണം. അപ്പോൾ ഇവരുടെ സാന്നിധ്യം അത് കോൺഗ്രസിനെയാണോ BJP ആണോ കൂടുതൽ ബാധിക്കുക? JJPക്ക് എത്രയായാലും ഒരു നിഷ് ഉണ്ടാക്കിയിട്ടുണ്ട് ദുഷ്യന്ത്. കാരണം ചോട്ടാല ഫാമിലി ഒരു കാലത്ത് ഭയങ്കര ഇതിഹാസമായിരുന്നു. അതുപോലെ ദേവിലാലിന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ ലോക്ദൾ, അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓം പ്രകാശ് ചോട്ടാല വന്നു, അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്താണ് ജൻനായക് ജനതാ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. യങ് ബ്ലഡ് ആണ്, അതിൻ്റെതായിട്ടുള്ള ആവേശമുണ്ട്, ആൾക്കാർക്ക് ആ രീതിയിലുള്ള കുറച്ചൊരു സപ്പോർട്ടും ഉണ്ട്, സഹതാപവും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യത്തെ റൗണ്ടായിരുന്നു JJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം. അത് ഈ പ്രാവശ്യം അത് 10 സീറ്റ് കിട്ടിയെടുത്ത് അത് റിപ്പീറ്റ് ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രാവശ്യം വളരെ അങ്ങേരുടെ തന്നെ കോൺഫിഡൻസ് കുറവായിട്ടാണ് തോന്നുന്നത്, അങ്ങേരുടെ സംസാരത്തിലൊക്കെ സ്പീച്ചസിലൊക്കെ തോന്നുന്നത്. പിന്നെ ചെറിയ പ്രായം, കുഴപ്പമില്ല അത്ര തന്നെ, അല്ലാതെ ഈ പ്രാവശ്യം വലിയ ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ കോമ്പിനേഷൻ ആസാദ് സമാജ് പാർട്ടിയും JJPയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല സത്യത്തിൽ. എന്താ അവരുടെ തമ്മിലുള്ള കണക്ഷൻ? അത് വെറുതെ ഒരു അലയൻസ് ഓഫ് കൺവീനിയൻസ് ആണ്. അതിനും കുഴപ്പമില്ല, പൊളിറ്റിക്സിലെല്ലാം ഇതൊക്കെയാണല്ലോ നടക്കുന്നത്. എങ്കിലും അതിനകത്ത് വലിയ എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് INLDയും BSPയും തമ്മിലുള്ളത്. ഒരു കാലത്ത് ജാട്ടുകള് ദളിത്തുകളെ ഒപ്രസ് ചെയ്തതായിട്ടാണ് അതെല്ലാവർക്കും അറിയാം. എല്ലായിടത്തും അവർ ചെയ്തുകൊണ്ട്, രാജസ്ഥാനിലും ചെയ്യുമായിരുന്നു, ഹരിയാനയിലും ചെയ്യുമായിരുന്നു. ഒപ്രസേഴ്സ്, രാജ്പൂത്തുകളെ റീപ്ലേസ് ചെയ്ത് ജാട്സ് ദളിത്തിന്റെ ആയി ഇൻഡിപെൻഡൻസിന് ശേഷം. അപ്പം അങ്ങനെ ഓപ്പറേഷനോടുകൂടി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയും ഒരു സമൂഹവും പെട്ടെന്ന് ദളിത് പാർട്ടികളുമായിട്ട് കമ്പൈൻ ചെയ്ത് അതൊരു കോംപ്രമൈസ് ആണെങ്കിൽ, അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അതോടുകൂടി
അതൊത്തിരി നല്ലതായിരിക്കാം, പക്ഷേ എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ആൾക്കാർ അത് ആ രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് സംശയം. റൈറ്റ്. പക്ഷേ ഈ ജെ ജെ പി ആസാദിന്റെ പാർട്ടിയുമായിട്ട്, ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടിയായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു, INLD BSP ആയിട്ട് സഖ്യം ഉണ്ടാക്കുന്നു. ഈ രണ്ട് സഖ്യങ്ങളും ഒരുപക്ഷെ ഈ 17 സീറ്റുകൾ, സംവരണ സീറ്റുകൾ ലക്ഷ്യമിടുന്നുണ്ടാവാം. അവിടെ കുറച്ചുകൂടെ വോട്ട് സമാഹരിക്കാൻ ലക്ഷ്യം. BSPക്ക് ശരാശരി ഒരു 7% വരെ വോട്ട് ഹരിയാനയിൽ മുൻകാലത്ത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഈ 17 സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ട സീറ്റുകളാണ് BJPയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ ഈ മുന്നണി കൂടുതൽ വോട്ടുകൾ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ മണ്ഡലങ്ങളിൽ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് സാധ്യതയുണ്ട്. കാരണം ഒരു കാലത്ത് BSPക്ക് ബേസ് ഉണ്ടായിരുന്നു ഹരിയാനയിൽ. പഞ്ചാബിൽ തുടങ്ങിയിട്ട് കാൻഷിറാം പഞ്ചാബിൽ തുടങ്ങിയിട്ട് പിന്നെ ഹരിയാനയിൽ വന്ന് മധ്യപ്രദേശ്, രാജസ്ഥാനിൽ അവർക്കൊരു 6% കിട്ടി വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാതിരിയുള്ള സ്ഥിതിയൊന്നും BSPക്ക് പിന്നീട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ് ആസാദിന്റെ പാർട്ടിക്കും അവിടെ ഒരു റെലവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എന്തെങ്കിലും അവർ വർക്ക് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള, പക്ഷേ ഈ സ്ട്രാറ്റജി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത് B ടീമാണോ എന്ന് സംശയിക്കണമേ. ഇതൊക്കെ B ടീമുകളാണോ എന്ന് സംശയിക്കണം BJPയുടെ. അപ്പം രണ്ട് ചേട്ടന്മാർ മുകളിലിരിക്കുന്നവർ പറഞ്ഞതനുസരിച്ചുള്ള സംഗതികളാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പം തൽക്കാലം എന്താ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത്, എന്തൊക്കെയുണ്ടോ അതോ ജെന്യുവിൻ ആണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ സ്ഥിതിയായിട്ട്. പക്ഷെ അതൊന്നും ആൾക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ ട്രിക്കുകൾ കൊണ്ടൊന്നും ഇലക്ഷൻ ജയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒന്നുകൂടെ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ, നേരത്തെ BJPയിലെ നേതൃനിരയിലെ പടലപ്പിളക്കത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, ആളുകൾ പുറത്തേക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ കോൺഗ്രസിനും ഒട്ടും മോശമല്ല. അപ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ നേതൃത്വം നൽകുന്ന വിഭാഗവും കുമാരി ഷെൽജ നേതൃത്വം നൽകുന്ന വിഭാഗവും തമ്മിലുള്ള വടംവലി അത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് അത് കുറച്ചുകൂടെ ശക്തമായി. ഈ സീറ്റ് അനുവദിച്ചതിൽ ഭൂരിഭാഗവും ഭൂപീന്ദർ ഹൂഡയ്ക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾക്കാണ് എന്നുള്ള പരാതി വരുന്നു. ഇതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസിലെ കുറച്ച് നേതാക്കളും പാർട്ടി വിട്ട് പുറത്തേക്ക് പോയിരുന്നു. ഇത് കോൺഗ്രസിന് എത്രമാത്രം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്? ലോക്കൽ ലെവലിൽ ഇങ്ങനെയുള്ള ചേഞ്ചസ് കുറച്ചൊക്കെ അഫക്റ്റ് ചെയ്യും. കുമാരി ഷെൽജ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ മീറ്റിംഗ് ഒന്നും കൂടിയില്ല. അത് വളരെ ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നി എന്താ പാർട്ടി വിടാൻ പോവാണോ, BJP ചേരാൻ പോവാണോ. അവർ തന്നെ പിന്നെ ഓപ്പൺലി മീഡിയയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ബ്ലഡിൽ കോൺഗ്രസ് ആണ്, ഞാൻ കോൺഗ്രസ് വിടത്തില്ല, കോൺഗ്രസ് ഫാമിലി എന്നാണല്ലോ അവർ. ആ രീതിയിൽ അവർ ക്ലിയർ ചെയ്തു. ഇപ്പോൾ കോപ്പറേറ്റ് ചെയ്യുന്നു. ശരിയാണ്, ആർക്കും മനസ്സിലാവും. ഏതെങ്കിലും ഒരു പ്രായത്തിൽ എല്ലാവർക്കും ലോക്കൽ ലീഡേഴ്സിന് എന്തെങ്കിലും ഒരു സമയത്ത് ഒരു ചീഫ് മിനിസ്റ്റർ ആണെന്നുള്ള ആഗ്രഹം എന്തുകൊണ്ടുണ്ടായിക്കൂടാ? അവരർഹിക്കുന്നതാണ്. പക്ഷേ ദലിത് ലീഡറെ മുൻപോട്ട് നിർത്തി ഇലക്ഷൻ മത്സരിച്ചാൽ കോൺഗ്രസ് ഇലക്ഷൻ ജയിക്കത്തില്ല. അതൊരു സത്യമാണ്. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബിഗർ ഡിനോമിനേറ്റർ ജാട്ടാണ് അവിടെ. അപ്പോൾ അതുപോലെ തന്നെ അസർട്ടീവായിട്ടുള്ള കമ്മ്യൂണിറ്റി, എപെക്സ് കമ്മ്യൂണിറ്റി പറയുന്ന ജാട്ടാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് ഹാസ് ടു ഹാങ് ഓൺ ടു ദാറ്റ്. ആ രീതിയിൽ ഹുഡ ഈസ് എ ഗുഡ് ലീഡർ. ലീഡർഷിപ്പ് വളരെ സ്ട്രോങ് ആണ് പുള്ളിയുടെ. ക്രൗഡ് പുള്ളറാണ്, നല്ല ഓർഗനൈസറാണ് എന്തിൻ്റെ ഉപരിയായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പാർട്ടിക്ക് അവരെ സാക്രിഫൈസ് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ഹുഡ ഈസ് ഓക്കെ. ഹുഡ ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു ലീഡ്. അതിനൊപ്പം ഈ വാഗ്ദാനങ്ങളുടെ കാര്യം എടുത്താൽ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വരുമ്പോൾ ജാതി സർവേ നടത്തും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മാസം 2000 രൂപ വീതം നൽകും. 18 മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 2000 രൂപ വീതം നൽകും എന്ന് പറയുന്നുണ്ട്. LPG സിലിണ്ടർ 500 രൂപ വരെ ആക്കും എന്ന് പറയുന്നുണ്ട്. പ്രായമായവർക്ക് 6000 രൂപ പെൻഷൻ. അങ്ങനെ തുടങ്ങി കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിടത്ത് ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയതിൻ്റെ ഒരു ക്രെഡിറ്റ് കൂടി അവർക്ക് മുൻപോട്ട് വെക്കാനുമുണ്ട്. അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ എത്രത്തോളം കോൺഗ്രസിനെ സഹായിക്കാനിടയുണ്ട്? ഈ വാഗ്ദാനങ്ങൾ സഹായിക്കും. കാരണം ആൾക്കാർ ഡിസ്ട്രസ്സിലാണ്. ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. 500 രൂപയ്ക്ക് സിലിണ്ടർ കൊടുക്കാൻ ആണെങ്കിൽ അതൊരു വളരെ വലിയൊരു റിലീഫാണത്. ആ രീതിയിൽ വാഗ്ദാനങ്ങളുടെ റെലവൻസ് ഇതാണ്. എന്തെങ്കിലും റിലീഫ്. ഇൻഫ്ലേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സാധനങ്ങളുടെ വില കൂടുന്നു, ആൾക്കാരുടെ ഇൻകം കുറയുന്നു.
പ്രത്യേകിച്ച് ഇൻകം പോസിബിലിറ്റീസ് അല്ലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ജോബുകൾ, അതായത് ആർമി ജോബുകൾ, അങ്ങനെ ഒരു ഹോപ്പ് പോലും കൊടുക്കാനില്ല ഗവൺമെന്റിന്. അപ്പോഴത്തേക്ക് തൽക്കാലം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് എന്താ ബെനിഫിറ്റ് കിട്ടുന്നത് അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ, മഹിളാ പെൻഷൻ, അതുപോലെ ഓൾഡ് ഏജ് പെൻഷൻ, അതൊക്കെ കോൺഗ്രസ് അത് എഫക്റ്റീവായിട്ട് കാണിച്ചാണ്, രാജസ്ഥാനിലും കാണിച്ചാണ്. ഫ്രീ മെഡിസിൻ 25 ലക്ഷം രൂപ വരെയുള്ള ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് രാജസ്ഥാനിൽ അത് നടത്തി കാണിച്ചല്ലോ. അപ്പോഴത്തേക്ക് അത് വാഗ്ദാനങ്ങൾ വെറും പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളല്ല. ഖജനാവ് കാലിയാക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. അത് പക്ഷെ ഹരിയാന പോലുള്ള സ്റ്റേറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഞാൻ കാര്യം പറയാം. ഒരു ആവറേജ് അസറ്റ് ഓഫ് എ കാൻഡിഡേറ്റ് ഹരിയാനയിൽ മത്സരിക്കുന്ന ആളുടെ എത്രയാണെന്നറിയാമോ? 8 കോടി. അപ്പോൾ അതെങ്ങനെയാണ് പറ്റിയെന്ന് ചോദിച്ചാൽ 1045 കാൻഡിഡേറ്റ്സ് എങ്ങാണ്ടവളുടെ. അത് കഴിഞ്ഞിട്ട് 3 പേരുടെ അസറ്റ് 450 ജിണ്ടൽ, ലേഡി ജിണ്ടല്, അതുപോലെ ക്യാപ്റ്റൻ അഭിമന്യു സിംഗ്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, പേര് മറന്നു. അപ്പം അങ്ങനെ 3 പേർക്ക് 400 കോടിയിലധികം അസറ്റുള്ള വ്യക്തികളാണ്. ഈ ലേഡി പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് വുമണാണ്. അങ്ങനെയുള്ളിടത്ത് ആവറേജ് കാൻഡിഡേറ്റിന്റെ ഇതാണ് 8 കോടി. അപ്പോൾ ഹരിയാന ഒരു റിച്ച് സ്റ്റേറ്റ് ആണ്. എല്ലാവരും റിച്ചാന്ന് ഞാൻ പറയുന്നില്ല, ബുദ്ധിമുട്ടുള്ളവർ കുറേ ഉണ്ട്. സോഴ്സ് ഉണ്ട് ഇൻകത്തിന്, അതായത് ഇൻഡസ്ട്രിയലി ബെറ്റർ ആണ്. അതുപോലെ കൃഷിയുണ്ട്, നല്ല ഇതാണ്, ഫാം ലാൻഡ്സ്, അതുപോലെ വെള്ളമുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് പ്രോസ്പെറസ് സ്റ്റേറ്റ് ആണ്. പക്ഷെ പെട്ടെന്ന് അണ്ടർഡോഗ്സ് ഒത്തിരി ഉണ്ട്. താഴെ കിടക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടാൻ തുടങ്ങി. അത് ലൈഫിന്റെ ഡിമാൻഡുകൾ കൂടിയിട്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം മൊബൈൽ ഫോണിൽ ഇപ്പോൾ എല്ലാവരുടെയും മൊബൈൽ ഫോണുണ്ട്. അതിൽ നിന്നുള്ള ആസ്പിറേഷൻസ് ആൾക്കാരുടെ അങ്ങ് കൂടുകയാണ്. അതനുസരിച്ച് സാധിക്കാതെ വരുമ്പോഴത്തേക്ക് എല്ലാവരും പട്ടിണി കിടക്കുന്നുണ്ടാകത്തില്ല, അങ്ങ് ആ രീതിയിലുള്ളവരും ധാരാളമുണ്ട്. പക്ഷെ ഹരിയാന പോലുള്ളിടത്ത് പട്ടിണി കിടന്നൊന്നും ആൾക്കാരങ്ങനെ മരിക്കുന്ന സ്ഥിതിയൊന്നും ഒരിക്കലും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം എന്നാലും ആൾക്കാർ ചെറിയ 500 രൂപയുടെ സിലിണ്ടർ കിട്ടിയാൽ പോലും അത് വലിയൊരു റിലീഫാണ്. അത് തീർച്ചയായിട്ടും ഇതെല്ലാം വേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. അപ്പുറത്ത് BJPയും ഈ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ ഒട്ടും കുറച്ചിട്ടില്ല. ഏതാണ്ട് കോൺഗ്രസിന് സമാനമായ വാഗ്ദാനങ്ങൾ BJPയും കൊടുക്കുന്നുണ്ട്. 500 രൂപയ്ക്ക് സിലിണ്ടർ, 2 ലക്ഷം സർക്കാർ ജോലി, അതുപോലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം, വലിയ വ്യവസായ പാർക്കുകൾ, അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ BJP നൽകുന്നുണ്ട്. BJP അത് നല്ല കാര്യം തന്നെ, അത് ചെയ്യണം. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ ഇവർ ഈ ഈസ് ടു ലൈഫ്, ഈസ് ടു ഡു ബിസിനസ് എന്നും പറഞ്ഞുകൊണ്ട് പാട്ടും പാടി നടക്കുമ്പോഴത്തേക്ക് ജീവിതം സുഗമമാക്കാനായിട്ട്, അല്ലെങ്കിൽ ജീവിതം നോർമലായിട്ട് ജീവിക്കാനായിട്ട് എന്തെല്ലാം ഞങ്ങൾ ചെയ്യുന്നല്ല ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉള്ള ഈ കാർഡുകളും ഐഡന്റിറ്റി പേജാൻ പത്ര ഐഡന്റിറ്റി കാർഡുകളിൽ നിന്നൊക്കെ ആദ്യം അത് ശരിയാക്കി എടുക്കണമെങ്കിൽ എത്ര ദിവസത്തെ പണിയാണ്. എന്നിട്ട് അത് സാധാരണക്കാർ, ഈ ബാജികർ അല്ലെങ്കിൽ ചമാർ എന്നുള്ള വാക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെയുള്ള താഴെക്കിടയിലുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അവരുടെ ആ സെറ്റപ്പ് ശരിയാക്കി എടുക്കാനായിട്ട് അതിന് ഫെസിലിറ്റേറ്റേഴ്സ് ഇല്ല. ഗവൺമെന്റ് അത്ര സിമ്പത്തറ്റിക് ആണെങ്കിൽ ഇതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരെ ഇത് ചെയ്യാമല്ലോ അവർക്ക്. എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കിലും ഇത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ എന്തുകൊണ്ട് ആൾക്കാരെ സ്റ്റാഫിനെ ഡിപ്ലോയ് ചെയ്യുന്നില്ല? ആൾക്കാർ വഴി നീളം നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പല ദിവസം 2 ആഴ്ച 3 ആഴ്ച 1 മാസം അവരുടെ ജോലി കളഞ്ഞ് പുറകെ നടന്നിട്ട് അവർ ഗിവ് അപ്പ് ചെയ്യുന്നത്. ഒരു കർഷകന്റെ, ചെറിയൊരു പ്ലോട്ടുള്ള ഒരു കർഷകന്റെ ഒരു മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് 18,000 രൂപ ആവുന്നു. അയാൾ എങ്ങനെ ജീവിക്കും? 18,000 രൂപ കൊടുത്തിട്ട് പിന്നെ എന്താ അയാൾക്ക് കിട്ടുന്നത്? ആ മാതിരിയുള്ള ഇലക്ട്രിസിറ്റി റിലീഫ് ഇപ്രാവശ്യം ഓഫർ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു വലിയൊരു ഫാക്ടറാണ്. പക്ഷെ കോൺഗ്രസ് ആ ഓഫർ കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് എത്ര യൂണിറ്റ് വരെ സൗജന്യം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ്. 300 യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. 300 ആണോ? ഫാർമേഴ്സിന് രാജസ്ഥാനിലുണ്ടത് സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്, കുറെ നാളായിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള സ്കീംസ് എല്ലാം ഇമ്പോർട്ടൻ്റ്. കാരണം സബ്സിഡീസ് ഇല്ലാതെ സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് സാധാരണക്കാർക്ക്. റൈറ്റ്. നമ്മൾ ഈ സാമുദായിക ഘടകങ്ങൾ ഒന്നുകൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ജാട്ട്, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിതുകൾ, മുസ്ലിം, ഈ വിഭാഗങ്ങളുടെ ഒരു വോട്ടിംഗ് പ്രിഫറൻസ് ആയിരിക്കും ഈ അധികാരത്തിൽ ആര് വരണം എന്ന് തീരുമാനിക്കുക. നമ്മൾ മുസ്ലിങ്ങളെ ടച്ച് ചെയ്തില്ല. മുസ്ലിങ്ങൾ വളരെ ഹരാസ്ഡ് ആയിരുന്നു ഹരിയാനയിൽ.
കാരണം ഹരിയാന ഗവൺമെന്റിന്റെ കുറ്റമൊന്നുമല്ല, ഓവറോൾ അറ്റ്മോസ്ഫിയർ കാരണം. ന്യൂ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില്, മേവാത്ത് പറയുന്നിടത്ത്, രാജസ്ഥാന്റെയും ഹരിയാനയും ഇടയ്ക്കുള്ള സ്ഥലം, അവിടെ 3 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യവും കോൺഗ്രസ് ആണ് ജയിച്ചത്. ഈ പ്രാവശ്യം അതൊക്കെ തന്നെയാണ്. അതിനെപ്പറ്റി ആൾക്കാർ ഡിബേറ്റ് പോലും ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി ആകുമെന്ന് പറയുന്നത് ആണ്. അതുവേണ്ടി BJP ശ്രമിക്കുന്ന പോലുമില്ല. പക്ഷേ ബാക്കിയുള്ള ഓവറോൾ ആയിട്ടുള്ള സ്ഥിതി, കമ്മ്യൂണൽ സിറ്റുവേഷനൊക്കെ വളരെ ഈ ബെൽറ്റിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിയിലാണ്. അതിപ്പം പുതിയ പാർട്ടി വന്നാലും അല്ല, പുതിയ പാർട്ടി അധികാരത്തിൽ വന്നാൽ പോലും എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ. റൈറ്റ്. ഈ 3 മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ഒരു നിർണായക സ്വാധീനമാകുന്ന മണ്ഡലങ്ങൾ ഹരിയാനയിൽ കുറവാണ്. അങ്ങനെയാണ്. ഈ പോപ്പുലേഷന്റെ കോൺസെൻട്രേഷൻ ആണ് ഈ ഏരിയയിൽ, ബാക്കിയുള്ളിടത്ത് അധികമില്ല. അപ്പോഴത്തേക്ക് ഈ ഡിസ്ട്രിക്റ്റ് മേവാത്താണ് മുസ്ലിങ്ങളുടെ പ്രസൻസ്. മേവ് മുസ്ലിംസ് ആണ് അവിടെയുള്ളത്. അവരുടെ പ്രസൻസ് ബാക്കിയുള്ളിടത്ത് സ്കാറ്റേഡ് ആയിട്ടേ ഉള്ളൂ. അധികമായിട്ട് കോൺസെൻട്രേഷൻ ഇല്ല. ഉണ്ടെന്ന് മാത്രം, അല്ലാതെ വലിയ പ്രസൻസ് ഒന്നും ഇല്ല മുസ്ലിങ്ങൾക്ക്. റൈറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദളിത്, പിന്നാക്ക, ജാട്ട്, ഈ കോമ്പിനേഷനാണ്, അതിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഏത് പാർട്ടിയാണ് അധികാരത്തിൽ കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുക. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വലിയ തോതിൽ ശക്തമായ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോദിയെ സംബന്ധിച്ചും ഒരുപക്ഷെ അമിത്ഷായെ സംബന്ധിച്ചും ഒക്കെ അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരിക്കും ഹരിയാന തിരിച്ച് പിടിക്കുക, അല്ലെങ്കിൽ ഹരിയാനയിൽ അധികാരം നിലനിർത്തുക എന്നുള്ളതൊക്കെ. ഈ രാഹുലിനും പ്രിയങ്കയ്ക്കും ആണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു മുന്നോട്ട് പോക്കുണ്ട്. അതിൻ്റെ തുടർച്ച ഹരിയാനയിൽ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഈ നേതാക്കളെ സംബന്ധിച്ചും അവരുടെ ഒരു പ്രസൻസ് ഏത് വിധത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ആയാലും രണ്ട് ഗ്രൂപ്പുകൾക്കും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. മോദി ഷാന് വേണ്ടി മാക്സിമം വളരെ അഗ്രസീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് മൂഡിൽ, ഈവൻ അമിത്ഷാ കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ പോയി സിഖ് റൈറ്റ്സിന്റെ കാര്യം പറഞ്ഞ് കോൺഗ്രസിനെ ബ്ലെയിം ചെയ്തു. അതുപോലെ സിഖ്സ് ഹരിയാനയിൽ ചെറിയ ഏരിയാസിലുണ്ട്. പക്ഷെ ആ സെന്റിമെന്റ്സ് ഇത് കുറച്ചുകൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബാക്കി ഇഷ്യൂസൊക്കെ ഇപ്പോൾ കോൺഗ്രസ്സിൽ അവർ പറയുന്നത്, കോൺഗ്രസ്സിന് അവരുടെ സ്വന്തം ലീഡേഴ്സിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ അവർ ജനങ്ങളെ ലീഡ് ചെയ്യുമെന്നൊക്കെ. ഇതെല്ലാം വളരെ മൈനറായിട്ടുള്ള, ഓഫ് കോഴ്സ് റൈറ്റിന്റെ ഇഷ്യൂ വേറെ, ഈ ലീഡർഷിപ്പിന്റെ ഇഷ്യൂ ഒക്കെ അതൊന്നും വലിയ ഇഷ്യൂ ഒന്നുമല്ല. അത് എല്ലാ അവരുടെ പാർട്ടികളിലും ഉണ്ടല്ലോ ധാരാളം ഡിവിഷൻസ്. അപ്പം ഈ ഷെൽജ ഹൂഡ ഇഷ്യൂവിന്റെ കാര്യം അവർ പറയായിരുന്നു. വളരെ അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിനാണ് മോദിയും ഷായും ആസ് യൂഷ്വൽ ചെയ്തത്. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ ഷോ വളരെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലാണ്. ഇത്ര ആരെയും പ്രത്യേകിച്ച് അറ്റാക്ക് ചെയ്തതായിട്ട് തോന്നിയില്ല. വളരെ പോസിറ്റീവായിരുന്നു. പബ്ലിക്കിന്റെ റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ഈ ഈ സ്ത്രീകളൊക്കെയുള്ള ഫോഗട്ടിന്റെയും അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വളരെ നല്ല റെസ്പോൺസ് ആണ് പബ്ലിക്കിന്റെ. യൂത്തിന്റെ ഇടയ്ക്കും യൂത്തിന്റെ വോട്ട്, ഇങ്ങനെ എഴുതിയൊരു സ്റ്റഡി ഉണ്ടായിരുന്നു, യൂത്ത് നമ്പർ വോട്ടേഴ്സിന്റെ കൂടുമ്പം BJPക്ക് അഡ്വാൻറ്റേജ് വന്നു എന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ. പക്ഷെ അതിപ്പോൾ എല്ലാ ഇലക്ഷനിലും അങ്ങനെ വരണമെന്നില്ലല്ലോ. നമുക്ക് അൺപ്രഡിക്റ്റ് യൂത്തിന്റെ ബിഹേവിയർ എത്രമാത്രം ഉണ്ടാവും. അത് അൺഎംപ്ലോയ്മെന്റിന്റെ കോണ്ടക്ഷൻ നോക്കുവാണെങ്കിൽ യൂത്ത് അഡ്വൈസ് ആയിട്ട് തന്നെ വോട്ട് ചെയ്യും. റൈറ്റ്. അവസാനമായിട്ട് ഒറ്റ കാര്യം, നമ്മൾ ഈ പ്രചരണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. എല്ലാ ഇഷ്യൂസും, ഇപ്പോൾ കർഷകരുടെ പ്രശ്നമാണെങ്കിലും തൊഴിലില്ലായ്മയാണെങ്കിലും വിലക്കയറ്റമാണെങ്കിലും ഈ ഗുസ്തിദാരങ്ങളുടെ പ്രശ്നമാണ്, ഇതൊക്കെ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനൊരു എഡ്ജുണ്ട് ഹരിയാന ഈ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. അത്
കോൺഗ്രസ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് 55 സീറ്റുകളാണ്. ഏഹ്, ഒരു 50 സീറ്റൊക്കെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അവർ തന്നെ ബാക്കി ഇടയ്ക്ക് ഉഴപ്പിക്കളയാതിരുന്നാൽ, അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും സബോട്ടാഷ് ടൈപ്പ് ഉണ്ടാകാതിരുന്നാൽ ക്ലിയർ മജോറിറ്റി കിട്ടേണ്ട കേസാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, അതാണ് ഹരിയാന തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ, പോളിംഗ് ദിനത്തിലേക്ക് അടുക്കുമ്പോൾ ഹരിയാനയിലെ രാഷ്ട്രീയ സ്ഥിതി. വളരെയധികം നന്ദി സണ്ണി സെബാസ്റ്റ്യൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു.